എല്ലാവർക്കും ജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു താള് മുട്ട തോരനാണ്. അപ്പോ ഇപ്പൊ കർക്കിടക മാസമൊക്കെ ആണല്ലോ. അപ്പോ പണ്ടുള്ളവർ പറയുന്നത് താഴ് തഴുതാമ ഒക്കെ കറി വെച്ച് കൂട്ടുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. പിന്നെ ഔഷധക്കൂട്ടിട്ടിട്ടുള്ള മരുന്നുകള്, കോഴി മരുന്ന് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ആരോഗ്യത്തിന്. ഇപ്പൊ എന്ത് കഴിച്ചാലും അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കും. അതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നത് നല്ലതാന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഔഷധക്കഞ്ഞി, കർക്കിടക ഔഷധക്കഞ്ഞി വെച്ച് കഴിക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നാളെ വെച്ച് കഴിക്കണം. ഇതിൻ്റെ അകത്ത് കുറച്ച് മരുന്നുകളൊക്കെ അടങ്ങിയതാണ്. ഇത് എല്ലാ കർക്കിടക മാസത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് താളും. അധികം മൂക്കാത്ത താള് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ താള് നമുക്ക് തോരൻ വെക്കാം. അത് തന്നെ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം വെക്കുക. അതിലോട്ട് അല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം അല്പം കടുകിട്ട് കൊടുക്കുക. അതിന് ശേഷം അല്പം പച്ചമുളക് കൊടുക്കുക, വെളുത്തുള്ളി, അല്പം സവാള, പിന്നെ ചെറിയ ഉള്ളി, ചുവന്നുള്ളി കൊത്തി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. താളൊക്കെ അധികം പേരും കറി വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് താള് ശരീരത്തിന് വളരെ നല്ലൊരു സാധനമാണ്. നമ്മുടെ അടുക്കള വശത്തൊക്കെ ഇഷ്ടം പോലെ താളുണ്ടെങ്കിൽ നമ്മൾ ആരും അതൊന്നും കറി വെച്ച് കഴിക്കാറില്ല സാധാരണ. പക്ഷെ താള് നല്ല ശരീരത്തിന് ഒരുപാട് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. കാര്യങ്ങളൊന്നും ഇടേണ്ട. പച്ചമുളക് മാത്രമാണ് താളില് ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഇടത്തില്ല. അപ്പോൾ ഉള്ളി മുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അല്പം തേങ്ങ ചിരണ്ടിയത് അല്പം ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരവിയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. താളിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. താളില് മിക്കവാറും മഴക്കാലം കൂടിയാണല്ലോ, അല്പം വെള്ളം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുക. മുട്ടയിൽ ഒരൽപ്പം ഉപ്പുപൊടി ഇട്ടതിന് ശേഷം അതിനെ ഇളക്കുക. മുട്ട ഭുജിയ പോലെ ഇളക്കിയെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം മൊത്തത്തിൽ ഇളക്കി കൊടുക്കുക. ഒന്നോ രണ്ടോ മുട്ട വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അതൊക്കെ
നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മുട്ട കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 മുട്ട ചേർക്കുന്നതിന് കുഴപ്പമില്ല. താള് നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം താള് മൂടി വെച്ച് വേവിക്കും തോറും വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഇളക്കി തന്നെ വേവിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പച്ചമുളക് മാത്രം ഇടുന്നതായിരിക്കും നല്ലത്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാവും. അതൊക്കെ ഞാൻ നിങ്ങൾക്കൊരു വെറുപ്പിക്കുന്ന പാട്ട് പാടിത്തരാം. മലവാകത്തൂവേ മണമുള്ള പൂവേ മധുചഷകം നിറയ്ക്കൂ മധുമാസത്തേ വരുമിന്റെ തോഴൻ മധുമാസത്തേ വരുമിന്റെ തോഴൻ മോഹങ്ങൾ വേൽക്കും രാജാധിരാജൻ മലവാക പൂവേ മണമുള്ള പൂവേ മധുചഷകം നിറയ്ക്കുന്നു. താള് മുട്ടത്തോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് എന്നൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്തായാലും കർക്കിടക മാസമാണല്ലോ, അപ്പൊ താളൊക്കെ കഴിച്ചാൽ നല്ലതാണ്. താള് തൈതാമയൊക്കെ വെച്ചിട്ട് കറി വെച്ചാൽ നല്ലതാണ്. പിന്നെ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. കർക്കിടക പച്ചമരുന്ന് ഇട്ടിട്ട് അത് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. എല്ലാവരും ഇത് കഴിച്ചു നോക്കണം, ട്രൈ ചെയ്യണം, കമന്റ് ഇടണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.